ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അമ്മയുടെ ടിൻ സിസ്റ്ററെ കാണിക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് കാവ്യ രാധയോട് വാശി പിടിക്കുന്നുണ്ട്. കാവ്യ, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു തന്ന രാധ ദേഷ്യപ്പെടുമ്പോഴേക്കും അമ്മ ഞാൻ ചോദിച്ചതിന് ആൻസർ പറ എന്ന് കാവ്യയും. ഇവിടുന്ന് ആരെയും കാണാൻ പോകുന്നില്ല എന്ന് രാധ തീർത്ത് പറയുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞാളെന്ന് കാവ്യയും. ഇത് കേൾക്കുമ്പോഴേക്കും ദേഷ്യത്തോടെ നീ അച്ഛനോട് പറയാൻ പോകുന്നത് എനിക്കൊന്ന് കാണണം എന്ന് രാധ പറയുമ്പോഴേക്കും അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ വരണ്ട, ഞങ്ങൾ പോകുന്നതിന് അമ്മയ്ക്ക് എന്താ പ്രശ്നമെന്ന് കാവ്യയും ചോദിക്കുന്നുണ്ട്. ചെറിയ വായില് വലിയ വർത്താനം പറയാതെ പോയിരുന്ന് പഠിക്ക് എന്ന് രാധ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ലാസ്റ്റ് അടവാ പോയിരുന്ന് പഠിക്കെന്ന് കാവ്യയും. ദേ, ഞാൻ വടിയെടുക്കണമെന്ന് രാധ വീണ്ടും ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ എങ്കിലേ ഞാൻ 1098 വിളിക്കും എന്ന് കാവ്യയും. അതെന്താന്ന് രാധ ചോദിക്കുമ്പോൾ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ അമ്മ എന്ന് കല്ലുവും. ഒന്ന് വഴക്ക് പറഞ്ഞാലും സ്വന്തം അച്ഛനമ്മമാരെ ജയിലിലാക്കാനാണല്ലോ ഇപ്പോഴത്തെ പിള്ളേർ നടക്കുന്നത് എന്ന് രാധ ഒച്ചയെടുക്കുമ്പോഴേക്കും കല്ലു കാവ്യയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ടേ. അവർ രണ്ടുപേരും കൂടി കൈവരിൽ ചെന്നിരിക്കുമ്പോഴേക്കും കാവ്യ പിണക്കത്തോടെ ഇരിക്കുന്ന കണ്ട് പിണങ്ങാതെടി കാവ്യെ, നമുക്ക് വഴിയുണ്ടാക്കാമെന്ന് കല്ലുവും. എങ്ങോട്ട് വഴിയുണ്ടാക്കാമെന്ന് എന്ന് കാവ്യ ചോദിക്കുമ്പോൾ പൊട്ടി പാളീസായാലും നിന്റെ തഗ്ഗിന് ഒരു കുറവുമില്ല അല്ലേ എന്ന് കല്ലു ചോദിക്കുന്നുണ്ട്. രേണു അവിടെ തന്റെ റൂമിൽ സെൽഫി സ്റ്റിക്കർ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഋതു അങ്ങോട്ട് വന്ന് അമ്മേ, നമുക്ക് അമ്മാമ്മയെ കാണാൻ പോവാമെന്ന് ചോദിക്കുന്നത്. ഹേഷട്ടിനോട് പറഞ്ഞിട്ട് നമുക്കൊരു ദിവസം പോവാമെന്ന് രേണു പറയുമ്പോഴേക്കും ആ അമ്മാമ്മയെ കണ്ടിട്ട് നമ്മുടെ അച്ഛമ്മയെ പോലെ തന്നെ ഉണ്ടല്ലമ്മേ എന്ന് ഋതു ചോദിക്കുന്നുണ്ട്. കാണാൻ ഒരുപോലെ ഉണ്ടെന്നേ ഉള്ളൂ, സ്വഭാവം രണ്ടാ എന്ന് രേണു പറയുമ്പോഴേക്കും ആണോ എന്ന് ഋതു. ഈ ലക്ഷ്മി കുഞ്ഞിയെ നമ്മളെ ശരിക്കും മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പാ. കാഴ്ചപ്പാടൊക്കെ ഭയങ്കര മോഡാണ്, എല്ലാം ഓപ്പൺ ആയിട്ട് പറയും. നിന്റെ അച്ഛമ്മ അങ്ങനൊന്നും അല്ലായിരുന്നല്ലോ, സെന്റിയും കണ്ണീരും പക്ഷം പിടുത്തവും എന്ന് രേണു പറയുമ്പോഴേക്കും എന്റെ അച്ഛമ്മയെ കുറ്റം പറയുന്നു വേണ്ട, എനിക്ക് എന്റെ അച്ഛമ്മയെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും സ്വീറ്റാ എൻ്റെ അച്ഛമ്മ. എനിക്ക് എൻ്റെ അച്ഛമ്മയെ ലൈവായി കാണാൻ വേണ്ടിയിട്ടാ ഞാൻ അച്ഛമ്മയുടെ ടിൻ സിസ്റ്ററെ കാണാന്ന് പറഞ്ഞത് എന്ന് ഋതു അവളോട് തട്ടിക്കയറുന്നുണ്ട്. നിങ്ങളൊന്നും നിങ്ങളുടെ അച്ഛമ്മയെ തള്ളി പറയാത്തവരല്ലേ, എനിക്കറിയാം ഇതിങ്ങനെയേ വരുമെന്ന് എന്ന് രേണു പറയുമ്പോഴേക്കും നമ്മളെ ലക്ഷ്മി അച്ഛമ്മയെ കാണാൻ ഉടനെ പോകുമല്ലേ എന്ന് ഋതു ചോദിക്കുന്നുണ്ട്. അതേ എന്ന് രേണു പറയുമ്പോഴേക്കും കാവ്യ ചേച്ചിയോട് ഞാൻ പറയട്ടെ എന്ന് ഋതു ചോദിക്കുന്നുണ്ട്. പിന്നെന്താ, നീ ധൈര്യമായിട്ട് പറയടാന്ന് രേണു പറയുമ്പോഴേക്കും ഋതു കൈവരിലിരിക്കുന്ന കാവ്യയുടെയും കല്ലുവിൻ്റെ അടുത്ത് വന്ന് ആ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ഞങ്ങൾ ലക്ഷ്മി അച്ഛമ്മയെ കാണാൻ പോകുന്നുണ്ടല്ലോ, കാവ്യേച്ചി പോകുന്നില്ലേ എന്ന് ഋതു ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കാവ്യയും. അയ്യേ, ഞങ്ങൾ പോവും എന്ന് ഋതി കളിയാക്കുമ്പോൾ നീ പോ, അതിനെനിക്കെന്താന്ന് കാവ്യയും. ചേച്ചി പോവെന്ന് പറഞ്ഞല്ലേ പെർമിഷൻ വാങ്ങിക്കാൻ പോയേ എന്ന് ഋതു ചോദിക്കുമ്പോൾ അതിനെന്താന്ന് കാവ്യയും. ചേച്ചി പോവത്തില്ല അല്ലേ, അയ്യേ കൂക്കൂ, ഞങ്ങൾ പോവും എന്ന് ഋതു കളിയാക്കി പറയുമ്പോഴേക്കും കാവ്യ ദേഷ്യത്തോടെ അവനെ പിടിച്ച് തള്ളുന്നുണ്ട്. ഋതു നിലത്തേക്ക് വീണ് കരയുമ്പോഴേക്കും ഡോർ തുറന്ന് രാധയും റൂമിൽ നിന്ന് ടെൻഷനോടെ രേണുവും അങ്ങോട്ട് ഓടിപ്പാഞ്ഞെത്തുന്നുണ്ട്. രേണു അവന് വാരിയെടുത്തോണ്ട് കാവ്യയും കല്ലുവിനെ നോക്കിക്കൊണ്ട് എല്ലാവർക്കും കൂടി പന്ത് തട്ടാനുള്ളതല്ല എൻ്റെ കൊച്ച് എന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. അവിടെ നിൽക്കുന്ന രാധയും അവളോടായി പറയുന്നുണ്ട്, പിള്ളേർ തമ്മിൽ കളിച്ചതല്ലേ രേണു, അതിന് നമ്മൾ എന്ത് ചെയ്യാനാന്ന്. തിരിച്ചു കിട്ടുമ്പോഴും ഇങ്ങനെയൊക്കെ പറയണം, ഇതിപ്പോ കാര്യം എന്താണെന്നൊക്കെ എനിക്കറിയാം. ഞങ്ങൾ കൊച്ചിനെയും കൊണ്ട് ലക്ഷ്മി കുഞ്ഞിനെ കാണാൻ പോകുന്നത് ഇവിടെ ആർക്കും പിടിക്കുന്നില്ല, അത് തന്നെ കാര്യമെന്ന് രേണുവോ. ഈ കൊച്ചിനോ എന്താ രേണു എന്ന് രാധ ചോദിക്കുമ്പോഴേക്കും ആർക്കും പിടിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ പോകുമെന്ന് രേണുവോ. നിങ്ങൾ പോണ്ടാന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ, പിന്നെ ഞങ്ങൾക്കില്ലാത്ത ബന്ധമൊന്നും നിനക്ക് ലക്ഷ്മി കുഞ്ഞുമായി ഇല്ലല്ലോ എന്ന് രാധ അർത്ഥം വെച്ച് പറയുമ്പോഴേക്കും കുഞ്ഞ് എന്നെ അത്രയ്ക്ക് അങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ട്. മഹേഷ് ഏട്ടനുമായിട്ടുള്ള ഇഷ്യൂല് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്, എനിക്ക് ആ സ്നേഹവും കടപ്പാടും എന്നും കാണും എന്ന് രേണു ഒച്ച വെച്ച് പറയുമ്പോഴേക്കും ഇതൊക്കെ എന്നും ഉണ്ടാവണമെന്ന് രാധ പറയുമ്പോഴേക്കും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് രേണു അവിടെ നിന്ന് ഋതുവിനെയും കൊണ്ട് റൂമിലേക്കായി പോകുന്നുണ്ടേ. രാധ അപ്പോഴേക്കും കൈവരിലിരിക്കുന്ന കാവ്യയുടെ അടുത്തിരുന്നുണ്ട്. കാവ്യെ, അങ്ങോട്ടും ഇങ്ങോട്ടും ദേഹത്ത് തൊട്ടുള്ള പരിപാടിയൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ അവ മാറി നിൽക്കാൻ വേണ്ടി കൈകൊണ്ട് ഇങ്ങനെ ആക്കിയതാ, അല്ലാതെ തള്ളിയതൊന്നുമല്ല എന്ന് കാവ്യ പറയുമ്പോഴേക്കും എങ്ങനെയെന്ന് രാധ ചോദിക്കുന്നുണ്ട്. വീണത് അവന്റെ ഷോയാണെന്ന് കാവ്യ പറയുമ്പോഴേക്കും തള്ളിന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ, പിന്നെ നീ തള്ളിന്ന് എങ്ങനെയാ പറഞ്ഞെന്ന് രാധയും. ദേ, നിനക്ക് കുറച്ച് ദിവസമായിട്ട് ഒരു അടി കിടന്ന് കറങ്ങുന്നുണ്ട് എന്ന് രാധ ദേഷ്യപ്പെടുമ്പോഴേക്കും സോറി അമ്മ എന്ന് കാവ്യയും. ഇനി പൊട്ടിച്ചിണങ്ങി കരയൊന്നും വേണ്ട, വിഷ്ണുവേട്ടൻ ഇങ്ങ് വരട്ടെ നോക്കിക്കോ എന്ന് രാധ ഭീഷണിപ്പെടുത്തുമ്പോൾ കേസ് എടുക്കൂ എന്ന കാവ്യയുടെ ചോദ്യം കേട്ട് കല്ലുവും രാധയും ചിരിക്കുന്നുണ്ട്. പിന്നീട് ലക്ഷ്മിയും റജിയും കൂടി സുനിയുടെ മോളെ കാണാൻ ഹോസ്പിറ്റലിൽ എത്തുന്നതാണ് കാണിക്കുന്നത്. ലക്ഷ്മി അങ്ങോട്ട് ചെന്ന് നമസ്കാരം പറയുമ്പോഴേക്കും അമ്മേ, ലക്ഷ്മി മാഡം മോളെ കാണാൻ വന്നതാണെന്ന് സുനി പറയുന്നുണ്ട്. സുനിയുടെ അമ്മ സന്തോഷത്തോടെ മക്കൾ പറഞ്ഞതുപോലെ മോളെ കാണാൻ വന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. സുനി വിനയെ വിളിച്ചോണ്ട് മോളെ, ഇതാ അച്ഛൻ പറഞ്ഞ ലക്ഷ്മി ആന്റിയാ മോളുടെ ജീവൻ രക്ഷിച്ചത്.
അതെന്നും എൻ്റെ മോള് മനസ്സിൽ വെക്കണം കേട്ടോ എന്ന് മോളോടായി പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയോട് ഇരിക്കാനായി പറയുന്നുണ്ട് സുനി. അവിടെയുള്ള കസേരയിൽ ഇരിക്കുമ്പോഴേക്കും ചായ വാങ്ങിക്കട്ടെ എന്ന് സുനി ചോദിക്കുന്നുണ്ട്. ഒന്നും വേണ്ടെന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും കൂടെയുള്ള റെജിയെ കണ്ട് ഇതാരാണെന്ന് സുനി ചോദിക്കുന്നുണ്ട്. മൂത്ത ചേട്ടൻ്റെ മോനാ റെജി, അങ്ങ് മുത്താർ മലയില. ഇപ്പോൾ ട്രീറ്റ്മെന്റിന് എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നതാ. ലക്ഷ്മി പരിചയപ്പെടുത്തുമ്പോഴേക്കും ആളെ എവിടെയോ കണ്ടതുപോലുണ്ടെന്ന് സുനിയും. അന്ന് വീണയുടെ കല്യാണത്തിനായിരിക്കുമെന്ന് റെജി പറയുമ്പോഴേക്കും അമ്മേ, വീണ ടീച്ചറുടെ കല്യാണത്തിനാ, അവിടെ വെച്ചാ നമ്മൾ കണ്ടതെന്ന് സുനി അമ്മയോടായി പറയുന്നുണ്ട്. സുനി അപ്പോഴേക്കും ലക്ഷ്മിയോടായി പറയുന്നുണ്ട്, മദനൻ സാർ ഫോൺ ചെയ്യാനായി പുറത്തോട്ട് പോയി, മാഡം വന്നത് കണ്ടു കാണും, അതാ അകത്ത് കയറാതെ മാറി നിൽക്കുന്നത് എന്ന് സുനി പറയണ കേട്ട് ഒന്നും മനസ്സിലാവാതെ സംശയത്തോടെ ലക്ഷ്മിയും ഇരിക്കുന്നുണ്ട്. സുനി അവരെ ശ്രദ്ധിച്ചുകൊണ്ട് എന്തു പറ്റി മാഡം, ഒരു മൂഡ് ഓഫ് എന്ന് ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ല, അത് പിന്നെ ട്രീറ്റ്മെന്റ് നടക്കയില്ലേ, അതിന്റെ ക്ഷീണമാവുമെന്ന് ലക്ഷ്മിയും. അപ്പോഴേക്കും ടീച്ചറമ്മ സുനിയോടായി യാത്ര പറയുന്നുണ്ട്. ഞങ്ങളെന്നാ ഇറങ്ങട്ടെ, അവിടെ വെൽനസ് സെന്ററിൽ നിന്ന് കുറച്ചു നേരത്തെ പെർമിഷൻ എടുത്തിട്ടാണ് ഇറങ്ങിയത് എന്ന് പറഞ്ഞ് മോളോട് യാത്ര പറഞ്ഞ് ലക്ഷ്മി ഇറങ്ങുമ്പോഴേക്കും സുനിയും കൂടെ ചെല്ലുന്നുണ്ടേ. അവർ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും മദനൻ സാറും അവിടെ തന്നെ നിൽപ്പുണ്ട്. സുനി അപ്പോഴേക്കും ശബ്ദം താഴ്ത്തി ലക്ഷ്മിയോടായി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ മാഡം പുറത്ത് നിൽപ്പുണ്ടാവുമെന്ന്. മദനൻ സാർ അപ്പോഴേക്കും ലക്ഷ്മിയോടായി പറയുന്നുണ്ട്, മാഡം ഞാൻ ആ ഫോൺ തന്നെ കളഞ്ഞു, ഇനി എൻ്റെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ ഇല്ല മാഡം. താ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പോക്കറ്റിൽ നിന്ന് സാധാ ഫോൺ എടുത്ത് കാണിക്കുന്നുണ്ട്. സാധാ ഫോണാ മാഡം, പോലീസിനോട് മറ്റേ കാര്യം പറഞ്ഞോ എന്ന് മദനൻ സാർ ചോദിക്കുമ്പോഴേക്കും കാര്യം മനസ്സിലാവാതെ ലക്ഷ്മി പറയാമെന്ന് പറയുന്നുണ്ട്. യോ പറയല്ലേ എന്ന് മദനൻ സാർ പറയുമ്പോഴേക്കും എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് ലക്ഷ്മി അവരോട് യാത്ര പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നുണ്ട്. പുറത്തിറങ്ങിയ ലക്ഷ്മി ആകെ ഭ്രാന്ത് പിടിച്ച് റെജിയോടായി പറയുന്നുണ്ട്, ഇവരിത് എന്തൊക്കെയാടാ പറയുന്നേ, നിനക്ക് വല്ലതും മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആർക്കറിയാം അപ്പാ, ഒരു പിടുത്തവുമില്ല എന്ന് റെജിയും. ഈ പുള്ളി എന്തിനാ സ്മാർട്ട് ഫോൺ മാറ്റി ബേസ് ഫോൺ ആക്കിയത്, എന്തോ ഒരു പോലീസ് സംഭവം പറഞ്ഞല്ലോ, അതെന്താ എന്ന് ലക്ഷ്മി സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചെന്നൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ എന്തേലും പ്രശ്നമാവും, ഇവരൊക്കെ മറ്റേ ലക്ഷ്മിയോടുള്ള കാര്യങ്ങളാ ഇവിടെ പറയുന്നതെന്ന് റെജിയും. ഇതിപ്പോ ഹെൻറി വന്നാലും ആള് മാറിപ്പോവുമല്ലോ, അങ്ങനെ മറ്റേ ലക്ഷ്മിയെ വിളിച്ചോണ്ട് അങ്ങ് പോവും എന്ന് ചിരിച്ചോണ്ട് പറഞ്ഞ് ലക്ഷ്മി റെജിയെ വിളിച്ചോണ്ട് അവിടുന്ന് പോകുന്നുണ്ടേ. പിന്നീട് സന്തോഷിന്റെ വീടാണ് കാണിക്കുന്നത്. സിറ്റൗട്ടിൽ കസേരയിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷിന്റെ അച്ഛനെ അമ്മ മണി ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. പത്രത്തിൽ എന്തൊക്കെയുണ്ട് വിശേഷം, ആ ഫ്രണ്ട് പേജ് ഒന്ന് കാണിച്ചെന്ന് മണി പറയുമ്പോഴേക്കും ഹരഹരോ ഹര സ്വാമിക്ക് ഹരഹരോ ഹര എന്ന് പറഞ്ഞ് മയിൽപ്പിലിയും പിടിച്ചോണ്ട് തൊഴുതുകൊണ്ട് നമ്മുടെ പോറ്റി മാമൻ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ കണ്ട് സന്തോഷത്തോടെ അണ്ണൻ എന്ന് മണി പറയുമ്പോഴേക്കും പീലിയൊക്കെ പിടിച്ചാണല്ലോ വരവേ എന്ന് സന്തോഷിന്റെ അച്ഛനും. പോറ്റി സീറ്റ് ഔട്ടിലേക്ക് കയറുമ്പോഴേക്കും സന്തോഷിന്റെ അച്ഛൻ പറയുന്നുണ്ട്, അളിയൻ ഇനി ഈ സംസ്ഥാനത്ത് കയറുമെന്നേ വിചാരിച്ചതല്ലെന്ന്, ഭൂമി ഉരുണ്ടു കിടക്കയല്ലേ നടേശ, തുടങ്ങിയിടത്ത് തന്നെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പോറ്റി സീറ്റ് ഔട്ടിലെ കൈവരിലേക്ക് ഇരിക്കുന്നുണ്ടേ. അണ്ണൻ ആകെ അങ്ങ് കോലം കെട്ടുപോയല്ലോ എന്ന് മണി പറയുമ്പോൾ ഓട്ടമല്ലേ മണി എന്ന് പോറ്റി പറയുമ്പോഴേക്കും ഇവിടെ നിറങ്ങി ഓടിയ ഓട്ടം ചെന്ന് പഴനിയിലെത്തിയിട്ടാവും നിന്നതെന്ന് നടേശനും. അതെ, ഇവിടുത്തെ ആളുകൾ തന്നെ കളിച്ചതാ എന്ന് പോറ്റി പറയുമ്പോഴേക്കും സന്തോഷിന്റെ ഏട്ടൻ ആനന്ദും റാണിയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. പോറ്റി മാമനെ കണ്ട് ചിരിച്ചോണ്ട് പോറ്റി റിട്ടേൺസ് തിരുമ്പി വന്നല്ലേ മാമ എന്ന് ആനന്ദ് കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. എനിക്കങ്ങനെ മണിയും കുടുംബത്തെയും കാണാതിരിക്കാൻ പറ്റോ, ആർക്കും അത് മനസ്സിലാവത്തില്ലെന്ന് പോറ്റി പറയുമ്പോഴേക്കും എനിക്കറിയാമണ്ണ എന്ന് മണിയും പറയുന്നുണ്ട്. സത്യത്തിൽ കുറെ എണ്ണത്തിന് അതിൽ കണ്ണു കടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോറ്റി ദേഷ്യത്തോടെ റാണിയെ നോക്കുമ്പോഴാണ് അകത്തുനിന്ന് സന്തോഷവും വീണയും അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അമ്മയുടെ പുന്നാര കുഞ്ഞൂട്ടം വന്നല്ലോ, വാ വാ ഇരിക്കെന്ന് പറയുമ്പോഴേക്കും സന്തോഷ് പോറ്റിയുടെ അടുത്ത് ചെന്ന് ഇരിക്കുന്നുണ്ട്. പോറ്റി പഴനിന്നാണോ എന്ന് സന്തോഷ് ചോദിക്കുമ്പോഴേക്കും അതെ, നിനക്കെങ്ങനെ പിടി കിട്ടിയെന്ന് പോറ്റിയും. ഹരഹരോ വിളി കേട്ടു എന്ന് സന്തോഷ് പറയുമ്പോൾ അത് അളിയൻ 4 ആളെ കേൾപ്പിക്കാൻ വേണ്ടി വിളിച്ച വിളിയല്ലേ, പഴനി പോയ മൊട്ട അടിക്കേണ്ട അളിയാന്ന് നടേശനും ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, വേണേ അടിച്ചാൽ മതി എന്ന് പോറ്റിയും. അന്ന് ഓടിയ ഓട്ടം പഴനിക്കാണോ മാമ ഓടിയതെന്ന് ആനന്ദും ചോദിക്കുന്നുണ്ട്. ശങ്കറിനെ ഓടിക്കാൻ പറ്റിയവരൊന്നും ഇവിടെ ഇല്ല മോനൂട്ടാ എന്ന് പറഞ്ഞോണ്ട് മണിയോടായി, മണി നിന്റെ മൂത്ത മരുമോളെ സൂക്ഷിച്ചോ, അവളെ നിന്ന് കളിക്കുന്നവർക്കൊപ്പമാ എന്ന് പോറ്റി പറയുമ്പോഴേക്കും അത് കേട്ടോണ്ട് നിന്ന റാണിയും പറയുന്നുണ്ട്, പോറ്റി മാമ വെറുതെ എന്തെങ്കിലും പറയല്ലേ, ശങ്കരൻ വെറുതെ ഒന്നും പറയില്ലെന്ന് പോറ്റി പറയുമ്പോൾ വന്ന് കയറിയ ഉടനെ ഒരു സംസാരം വേണ്ടെന്ന് ആനന്ദ് പറയുന്നുണ്ട്. ശങ്കരൻ കയറി വന്ന ഉടനെ സംസാരിക്കണോ പിന്നെ സംസാരിക്കണോന്ന് ശങ്കരൻ അറിയാം, ആരും അത് പഠിപ്പിക്കണ്ട എന്ന് പോറ്റി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും അളിയ ഇപ്പൊ ഒരു സംസാരം വേണ്ട, പിള്ളേരല്ലേ, അളിയനല്ലേ അത് ക്ഷമിക്കേണ്ടത് എന്ന് സന്തോഷിന്റെ അച്ഛൻ പറയുമ്പോഴേക്കും ക്ഷമിച്ചത് കൊണ്ടല്ലേ നടേശ ഞാൻ ഈ പടി കയറിയത് എന്ന് പറഞ്ഞ് ഒന്നും മിണ്ടാതെ നിൽക്കണ വീണയെ നോക്കിക്കൊണ്ട്, പക്ഷേ ശങ്കറിനെ അങ്ങ് പഠിപ്പിക്കണ വർത്താനം അത് ശങ്കറിന് പറ്റില്ല എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. പോട്ടെണ്ണാന്ന് മണി പറയുമ്പോഴേക്കും നീ പറഞ്ഞാ ഞാൻ അതങ്ങ് വിടും, പക്ഷേ നീ നിന്റെ മരുമക്കളെ രണ്ടിനെ നമ്പരുത്, ചെറുതുണ്ടല്ലോ ഉണ്ട മുളക, ചെറുതാണെങ്കിലും നാവ് പൊള്ളിക്കും, നീ സൂക്ഷിച്ചോ മണി എന്ന് പറയുമ്പോഴേക്കും വീണ അവിടുന്ന് പോകുന്നുണ്ടേ.
വീണ പോണത് കണ്ട് ഓ പിടിച്ചില്ലെന്ന് പോറ്റി പറയുന്നുണ്ട്. എല്ലാത്തിനെയും വരുതിക്ക് നിർത്തിക്കോ, അല്ലെങ്കിൽ എല്ലാവളുമാരും വീട് വരിക്കും എന്ന് റാണിയെ നോക്കി വീണ്ടും പോറ്റി പറയുമ്പോഴേക്കും റാണിയും അവിടുന്ന് ദേഷ്യത്തോടെ പോകുന്നുണ്ട്. അവളും കൂടി പോയി കഴിയുമ്പോഴേക്കും പോറ്റി സന്തോഷനോടെ ചോദിക്കുന്നുണ്ട്, ഡാ മക്കളെ കുഞ്ഞൂട്ടാ, നിനക്ക് പഴനിയിലെ പഞ്ചാമൃതം വേണ്ടായോന്ന്. തൻ്റെ ബാഗിൽ നിന്നും ആ പഞ്ചാമൃതം അവൻ എടുത്തു കൊടുത്തോണ്ട്, ഡാ മക്കളെ സന്തോഷേ, നീ ഒരു അയ്യോ പാവമായി പോയി. ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. നീ ഒന്ന് മനസ്സിലാക്കി വെച്ചോ, ഒരു പെണ്ണിനെയും കണ്ണടച്ചു നമ്പരുത് എന്ന പോറ്റിയുടെ ഉപദേശം കേട്ട് സന്തോഷം എന്തോ ആലോചനയോടെ ഇരിക്കുന്നുണ്ട്. വീണയപ്പോഴേക്കും വീടിന് പുറത്തോട്ടിറങ്ങി ജോണിനെ ഫോണിൽ വിളിച്ച് ഈ കാര്യം പറയുന്നുണ്ട്. ഹലോ വീണ, എന്തു പറ്റിയെന്ന് ജോൺ ചോദിക്കുമ്പോൾ ഇനി ഇതിലും വലുതൊന്ന് വരാനില്ല ജോണേട്ടാ. ആ ഇടങ്കോല് മടങ്ങി വന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ജോണേട്ടൻ എന്ന് പറഞ്ഞതിൽ പിന്നെ ഞാൻ ഒരു ഇഷ്യൂസും ഉണ്ടാവാതെ നോക്കുന്നുണ്ട്. സത്യത്തില് ഞാനൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നതല്ല ജോണേട്ടാ, നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നതാ. ആ ഇടങ്കോലിനെ എനിക്ക് ശരിക്കും പേടിയാ. ശരിക്കും പാവമായിട്ട് അഭിനയിക്കുന്ന ക്രൂക്കഡായിട്ടുള്ള ഒരു മനുഷ്യനാ. അയാൾ എൻ്റെ ജീവിതം തുലയ്ക്കാനായിട്ട് വന്ന മനുഷ്യനായിട്ടാ എനിക്ക് തോന്നുന്നത് എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോഴേക്കും പാനിക് ആവാതിരിക്കും വീണ, നമുക്കതെല്ലാം മാനേജ് ചെയ്യാം. ഇതൊരു ഗെയിം പോലെ എടുത്താൽ മതി. കൂളായി നിൽക്ക്. ബാക്കി എല്ലാവരും നമ്മളെ തകർക്കാനായി നിൽക്കുന്നു. നമുക്കതിൽ നിന്ന് രക്ഷപ്പെടണം. പക്ഷേ എല്ലാം കൂടി നമുക്കെതിരെ വരുമ്പോൾ നമുക്ക് ഒട്ടും പ്രകോപനം പാടില്ല. അത് മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് ജോൺ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ശരി ജോണേട്ടാ, എനിക്ക് ഉള്ളിൽ ഇങ്ങനൊരു പേടി വരുമ്പോൾ ആരോടും അത് പറയാൻ പറ്റുന്നില്ല. അതാ എൻ്റെ വിഷമം. സന്തോഷേട്ടൻ എപ്പോൾ നോക്കിയാലും ഫാമിലിയുടെ സൈഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. എന്നെ ഒട്ടും മനസ്സിലാക്കുന്നില്ല. എല്ലാവരും എനിക്കെതിരെ നിൽക്കുമ്പോഴും സന്തോഷേട്ടൻ മിണ്ടാതെ നിൽക്കുമെന്ന് വീണ പറയുന്നുണ്ട്. സന്തോഷ് മിണ്ടാതെ നിൽക്കണോണ്ട് അവന് നിന്നോട് സ്നേഹമില്ല എന്നല്ല, അവന് വീണയെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്ന് ജോൺ പറയുന്നുണ്ട്. എനിക്ക് ഇഷ്ടമല്ല ജോണേട്ടാ, സംരക്ഷണമാണ് വേണ്ടത്. എല്ലാവരും കൂടി നിന്ന് കളിക്കുമ്പോൾ ശരിക്കും ഞാൻ ഒറ്റയ്ക്കായതുപോലെയാ എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒപ്പം നിൽക്കുവല്ലേ വേണ്ടത് എന്ന് വീണ ടെൻഷനോടെ ചോദിക്കുമ്പോൾ അവൻ എവിടെ, ഞാൻ അവനോട് സംസാരിക്കാമെന്ന് ജോൺ പറയുന്നുണ്ട്. ഇനി ജോണേട്ടൻ സന്തോഷേട്ടനോട് ഇക്കാര്യം സംസാരിക്കണ്ട, അന്നെല്ലാം പറഞ്ഞതല്ലേ. ഇപ്പോഴും ഞാൻ എന്തോ കുഴപ്പം ചെയ്യുന്ന മട്ടിലാ പെരുമാറ്റം. എനിക്ക് ശരിക്കും ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ട് എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോഴേക്കും അവൻ അവിടെ ഇല്ല എന്ന് ജോൺ ചോദിക്കുന്നുണ്ട്. അകത്തുണ്ട്. പോറ്റിക്കുണ്ടായ വിഷമം മാറ്റണ്ടേ, പിന്നെ പുള്ളി ഒട്ടി നിപ്പുണ്ടാവും എന്ന് വീണ ദേഷ്യത്തോടെ പറയുമ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താവും വീണ ജോണും ചോദിക്കുന്നുണ്ട്. പുള്ളിക്ക് വീട്ടുകാരെ എല്ലാം സന്തോഷിപ്പിച്ച് അടിമപ്പിള്ള ചമഞ്ഞ് നിൽക്കണം എന്ന് വീണ പറയുമ്പോഴേക്കും അതൊക്കെ നമുക്ക് ശരിയാക്കാമെന്ന് ജോണും പറയുന്നുണ്ട്. ഇനി ജോണേട്ടൻ സന്തോഷേട്ടനോട് സംസാരിക്കണ്ട, പുള്ളി ഉള്ള കുട്ടിയൊന്നുമല്ലല്ലോ എല്ലാ കാര്യവും എങ്ങനെ വിളിച്ചു പറഞ്ഞു കൊടുക്കാൻ എന്ന് വീണ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും അങ്ങനെ അവനെ അങ്ങ് വിട്ടുകളയാൻ പറ്റും വീണ, നമുക്ക് ശരിയാക്കി എടുക്കാമെന്ന് ജോണും പറയുന്നുണ്ട്. ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്ക് ജോലി സ്വന്തമാക്കിയതുപോലെയുള്ളൂ എൻ്റെ കാര്യവും. കാറൊക്കെ വാങ്ങുന്നത് പോലെ കണ്ട് ഇഷ്ടം തോന്നി ഒരു ഷോപ്പീസൊക്കെ വാങ്ങി വീട്ടിൽ വെക്കുന്ന പോലെ വേണമെന്ന് തോന്നി സ്വന്തമാക്കി. നമ്മളെ അറിഞ്ഞ് മനസ്സിലാക്കി നമ്മളെ കംഫർട്ടാക്കുന്നതല്ലേ ജോണേട്ടാ യഥാർത്ഥ സ്നേഹം എന്ന് വീണ സങ്കടത്തോടെ പറയുമ്പോഴേക്കും വീണേ, ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കണം. എത്ര പ്രശ്നമുണ്ടായാലും ആരോടും ഷൗട്ട് ചെയ്യരുത്. നമ്മളോട് മോശമായി പെരുമാറുമ്പോഴും അത് വികാരപരമായി എടുക്കാതെ നന്നായി പെരുമാറാൻ ശ്രമിക്കണം. കാര്യങ്ങളൊക്കെ ശരിയാവും എന്ന് ജോൺ സമാധാനിപ്പിക്കണ കേട്ട് ജോണേട്ടൻ ശരിക്കും പള്ളിയിൽ അച്ഛനാവേണ്ട ആളാ എന്ന് വീണ പറയണ കേട്ട് ജോണിനും ചിരി വരുന്നുണ്ട്. അപ്പോഴേക്കും റാണിയുടെ വിളി കേട്ട് ഞാൻ പിന്നെ വിളിക്കാൻ ജോണേട്ടാ എന്ന് പറഞ്ഞ് വീണ കോൾ വെക്കുന്നുണ്ടേ. പിന്നീട് തൻ്റെ റൂമിൽ കട്ടിലിൽ വിഷമത്തോടെ ഇരിക്കുന്ന വീണയാണ് കാണിക്കുന്നത്. സന്തോഷം അങ്ങോട്ട് വന്ന് വീണ ഇപ്പോൾ പഴയതുപോലെയല്ല, പോറ്റിക്ക് നല്ല മാറ്റമുണ്ടെന്ന് പറയുന്നുണ്ട്. പോറ്റിയുടെ നല്ല മാറ്റം കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് കയറി പോന്നത് എന്ന് വീണ പറയുമ്പോൾ വീണ അങ്ങനെ കയറി പോന്നത് പോറ്റിക്ക് നല്ല വിഷമമായി എന്ന് തോന്നുന്നു എന്ന് സന്തോഷം പറയുന്നുണ്ട്. സന്തോഷിട്ടൻ അങ്ങേര് പറഞ്ഞതൊന്നും കേട്ടില്ലേ? ഞാൻ നാവ് പൊള്ളിക്കുന്ന ഉണ്ടമുളക അല്ലേ എന്ന് വീണ ചോദിക്കുന്നുണ്ട്. എടോ, അതൊക്കെ അവരുടെ നാടൻ പ്രയോഗങ്ങളല്ലേ, ഇതൊക്കെ എത്ര കാര്യമാക്കാനുണ്ടോ എന്ന് സന്തോഷം. എന്നെ അധിക്ഷേപിക്കുന്നതൊന്നും സന്തോഷേട്ടന് കാര്യമല്ല. ഇപ്പോൾ നിങ്ങൾ പോറ്റിയുടെ നല്ല കുട്ടിയായല്ലേ, വിഷമമുണ്ട് സന്തോഷേട്ടാ, എൻ്റെ കൂടെ ആരുമില്ലാത്ത പോലുണ്ട് എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോഴേക്കും എടോ, വീണ അമ്മയോടും പോറ്റിയോടും ഷൗട്ട് ചെയ്ത് സംസാരിക്കാറുണ്ടല്ലോ, എൻ്റെ അടുത്ത് തന്നെ എന്തൊരു ബഹളായിരുന്നു എന്ന് സന്തോഷം ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് വീണ കട്ടിലിൽ എണീറ്റുണ്ട്. ഞാൻ ഷൗട്ട് ചെയ്തതൊന്നും അല്ല സന്തോഷേട്ടാ, എനിക്ക് വിഷമായ സംസാരിക്കുമ്പോൾ ഒച്ച കൂടും, അല്ലാതെ ഞാൻ ഷൗട്ട് ചെയ്തതൊന്നുമല്ല. മുതിർന്നവരെ ശരിക്കും ബഹുമാനിക്കുന്ന ആള് തന്നെയാ ഞാൻ, അതെന്നെ എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുമുണ്ട് എന്ന് വീണ പറയുമ്പോഴേക്കും ഇപ്പോൾ പോറ്റി വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ചൂടെ നിനക്ക് എന്ന് സന്തോഷം ചോദിക്കുന്നുണ്ട്. അത്രയ്ക്കൊന്നും എനിക്ക് പറ്റൂല, എനിക്ക് അയാളോട് ഉള്ളിലെ ഒരു സ്നേഹവുമില്ല, പിന്നെ ഞാനെങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കും?
അഭിനയിക്കാനൊന്നും എനിക്കറിഞ്ഞൂടെന്ന് വീണ പറയുമ്പോൾ കുറേയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം വീണ എന്ന് സന്തോഷം അവളെ ഉപദേശിക്കുന്നുണ്ട്. സന്തോഷേട്ടൻ എൻ്റെ കാര്യത്തിൽ അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വീണ പറയുമ്പോൾ ഇപ്പോൾ അങ്ങനെയായോ എന്ന് സന്തോഷേട്ടൻ എൻ്റെ ഒപ്പം നിൽക്കുന്നില്ലെന്നുള്ളതാ പ്രശ്നം എന്ന് വീണ പറയുമ്പോഴേക്കും അതൊക്കെ ഇയാൾക്ക് തോന്നുന്നതാ വീണ എന്ന് സന്തോഷം. ഒപ്പം നിൽക്കുവാന്ന് വെച്ചാലേ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ചിരിച്ചടുത്ത് നിൽക്കുന്നതല്ല കേട്ടോ എന്ന് വീണ പറയുമ്പോൾ ദേ ഇമാതിരി വർത്താനം എന്നോട് പറയരുത് കേട്ടോ എന്ന് സന്തോഷം ഒച്ചവെക്കുന്നുണ്ട്. അപ്പോൾ സന്തോഷേട്ടനെ ശബ്ദമുയർത്താൻ അറിയാം. ഞാൻ ശബ്ദമുയർത്തിയ ഷൗട്ടിങ്, സന്തോഷേട്ടൻ ശബ്ദമുയർത്തിയ എന്താണാവോ? എനിക്കെന്തോ പറ്റണില്ല, ശരിക്കും വിഷമമുണ്ട്, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോഴേക്കും ശരി പറയണ്ട, ഒന്ന് മിണ്ടാതിരുന്നാ മതി എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് സന്തോഷ് റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടേ. സങ്കടത്തോടെ കട്ടിലേക്ക് കിടക്കുന്ന വീണയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.